ഉമ്മ സ്പെഷ്യൽ ഓട്ടട അല്ലേ മോർണിംഗ് കറി നല്ല മീൻ കറി ഉണ്ട്. റെഡി ആയിണ്. സ്പെഷ്യൽ ഫുഡ് എന്ന് പറഞ്ഞാൽ എൻ്റേത് ഓട്സാണ്, ഇവരുടേത് ബിരിയാണി. അപ്പം രണ്ടാളും കൂടി ഇതാ ഊഞ്ഞാലാടി ആടി തകർക്കാണ്. ഓരോ ഇന്നോ കുട്ടികളെ പറ്റിക്കാൻ വേണ്ടി വെള്ളിയാഴ്ച എന്തായാലും പരിപാടി ഉമ്മാൻ്റെ സ്പെഷ്യലായിട്ടുള്ള തട്ടിക്കുട്ടി ബിരിയാണി. എങ്ങനെയുണ്ട് ഉമ്മമാൻ്റെ സ്പെഷ്യൽ ബിരിയാണി? അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ മോർണിംഗ് ടു ഈവനിങ് വരെയുള്ള വ്ലോഗാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉമ്മാടെ സ്പെഷ്യലായിട്ടുള്ള കുറേ ഐറ്റംസ് ഒക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഡയറ്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് മോർണിംഗിന് ഉമ്മാൻ്റെ നല്ല അടിപൊളി നൈസായിട്ടുള്ള നമ്മുടെ ഓട്ടട ആയിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ. അപ്പോൾ മോർണിംഗിന് നമ്മൾ ഓട്ടടയൊക്കെ ചുട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ കറിയായിട്ട് ഉപ്പ രാവിലെ തന്നെ മീൻ കൊണ്ടുവരും കേട്ടോ. അപ്പോൾ നല്ല മീൻ കറി ഉമ്മാൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഒരു മീൻകറിയാണ്. അപ്പോൾ അതും വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിതിലത്തെ പഞ്ഞിയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ മീനുകളിലൊക്കെ നല്ല രീതിയിൽ പഞ്ഞീന് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതാ നമ്മൾ ഇന്ന് ഇതാണ് സ്പെഷ്യൽ. ഞാൻ ഈ ഒരു ജൂൺ 1 മുതൽ ഡയറ്റിങ് നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള വീഡിയോസിലൊക്കെ ഞാൻ എൻ്റെ ഡയറ്റിങ് കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്തട്ടെ. അപ്പോൾ ഞാനിതാ ചിയാ സീഡ് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട് തലേ ദിവസം. അതിലേക്ക് ഞാനിതാ മോർണിംഗ് ആണ് കേട്ടോ ഈ ഒരു ഡ്രിങ്ക് കുടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ചിയാ സീഡാണ്, കസ്കസും രണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വെള്ളത്തിലിട്ട് തലേ ദിവസം കുതിർത്തി വെച്ചതാണ്. ഇതിലേക്ക് നമ്മളിതാ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞിട്ടാണ് കുടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ വേണമെങ്കിൽ ഹണി യൂസ് ചെയ്യട്ടെ, പക്ഷേ എൻ്റെ അടുത്ത് തേൻ കഴിഞ്ഞതുകൊണ്ട് അത് ഞാൻ സ്കിപ്പ് ചെയ്ത് കളഞ്ഞാണ്. പിന്നെ എൻ്റെ മോർണിംഗ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഇത് ഓട്സ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പാലിലേക്ക് അത്യാവശ്യം വെള്ളം ആഡ് ചെയ്തെടുത്തിട്ട് ഓട്സും അതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് സീഡും ചിയാ സീഡും എല്ലാം കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇന്ന് അപ്പോൾ ഇതെല്ലാം കൂടി നല്ല രീതിയിൽ വേവിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം 2 ലിറ്റർ വെള്ളത്തിലേക്ക് ഞാനിതാ വൈറ്റ് ടീ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നോർമലി വെള്ളം കുടിക്കുന്നതിന് പകരം ഇത് കുടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ തലേ ദിവസം ഞാൻ അതുപോലെ തന്നെ കറുത്ത മുന്തിരി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ ഈ ഒരു മുന്തിരി നമുക്ക് ഓട്സിലേക്ക് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇത് ഞാൻ ഓട്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഓട്സിൽ പഞ്ചസാര ഉപ്പൊന്നും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഈ ഒരു കിസ്മിസിൻ്റെ ആ ഒരു മധുരത്തിൽ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാൻ ഈ ഒരു വേവിച്ച് വെച്ചിട്ടുള്ള ഓട്സിലേക്ക് ഞാനിതാ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ടില്ലേ, വൈറ്റ് ഓട്സിൻ്റെ മുകളിൽ ഇങ്ങനെ കുരുകുരുവായിട്ട് കിടക്കുന്ന കാണാൻ. അപ്പം ഇതാണ് എൻ്റെ മോർണിംഗ് ഫുഡ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതാ ഞാൻ ഈ ഒരു വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ, അതും നല്ലൊരു ഇതാണ്. അപ്പോൾ കുറച്ച് മുന്തിരി ഞാൻ ജസ്റ്റ് അതിൽ തന്നെ കുത്തി ഉടച്ചതിന് ശേഷം ആ ഒരു വെള്ളോടെയും കുടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ജൂൺ 1 മുതൽ ഡയറ്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഞാനിപ്പോൾ നല്ല രീതിയിൽ വെയിറ്റ് കൂടിയിട്ടുണ്ട്, എനിക്ക് തന്നെ അറിയാം. അപ്പം ഞാൻ എക്സസൈസും എല്ലാം കൂടി ആയിട്ട് ഇങ്ങനെ ഫോളോ ചെയ്ത് പോകാനാണ് എൻ്റെ പ്ലാനിങ് ഉള്ളത്. പിന്നെ ഇതാ ബദാം കുറച്ച് വെള്ളത്തിലിട്ട് കുതിർത്താൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പിസ്തി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഹസ്മോനോ ഷെയ്ക്ക് അടിച്ചു കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചു. പിന്നെ എനിക്കും കുടിക്കാമല്ലോ 10 മണിക്ക്, ഒരു 11 മണിക്ക് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ഷെയ്ക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഈത്തപ്പഴവും അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ ബദാം വെള്ളത്തിലിട്ട് കുതിർത്തിയത് തൊലിയൊക്കെ കളഞ്ഞിട്ട് അതും കുറച്ച് പിസ്തി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ ഇതാ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇത്ര ക്വാണ്ടിറ്റിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഹസ്മോനും എനിക്കും കൂടിയാണ് ഇത്ര എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് ഇതാ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഡയറ്റിങ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് ഇത്ര ഫുഡ്. ഇനി ഇങ്ങനെ കുറച്ച് വരണം. ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഫുഡ് കുറക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് ഓരോ ദിവസമായിട്ട് സ്റ്റെപ്പായിട്ട് കുറക്കാം. അപ്പം ഞാനിതാ ഒരു 11 മണിക്ക് ഇതാണ് കുടിക്കുന്നത്. ചെറിയൊരു ഗ്ലാസ്സിൽ ഈ ഒരു ഷേക്ക് കുടിക്കുന്നുണ്ട്, വേറെ ഒന്നും കുടിച്ചിട്ടില്ല. കുറേ വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത്
കുടിച്ചതാണ്. അപ്പോൾ ഹസ്ബോനും ഞാൻ ഒരു ഷേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഉച്ചക്കേക്കുള്ളതാ കോവക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് അരിയാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പം ഞാൻ ഹസ്ബൻ്റെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ വെയിറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതുപോലെ ഡയറ്റിങ്ങും എക്സസൈസും ഒക്കെ ആയിട്ടാണ് നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡയറ്റിങ് ചാർട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് നെക്സ്റ്റ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ എന്തായാലും ഡയറ്റിങ് ചെയ്യുകയാണ്, കാരണം നല്ല വെയിറ്റ് കൂടിയതുകൊണ്ടാണ്. അപ്പോൾ അതാ വെജിറ്റബിളൊക്കെ കൂടുതൽ ക്വാണ്ടിറ്റി കൂട്ടണം എന്ന് വിചാരിച്ചിട്ട് ഇതാ ഞാനിവിടെ കോവയ്ക്കൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ കോവക്ക എന്ന് പറഞ്ഞാൽ ഇവിടെ വീടിൻ്റെ അടുത്തുള്ള കൊണ്ടു തന്നെ തന്നെയാണ്, വീട്ടിലുണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഇതുപോലത്തെ കട്ടർ വെച്ചിട്ടാണ് കട്ട് ചെയ്യൽ. ഞാൻ കുറേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഇത് എവിടെ നിന്ന് വാങ്ങിച്ചാൽ. ഇത് നോർമലി എല്ലാ കടയിൽ നിന്നും കിട്ടും, പക്ഷെ നല്ല രീതിയിൽ നമുക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. പെട്ടെന്ന് തന്നെ നമ്മൾ അരിയലൊക്കെ കഴിയും കേട്ടോ, കാരണം ഒറ്റ പ്രസ്സിൽ തന്നെ ഒരു 5 പീസായിട്ട് ലെവലിലാണ് നമുക്കത് കട്ട് ചെയ്ത് കിട്ടുക. ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ചെയ്യുന്ന കണ്ടില്ല, ഇതുപോലെ ചെയ്താൽ മതി. ഇത് നമ്മൾ പാത്രങ്ങളുള്ള കടയിലുണ്ടാവും, അതുപോലെ തന്നെ ചെറിയ റോഡ് സൈഡിൽ അങ്ങനെ ഉള്ള ഏരിയയിലൊക്കെ കാണാം കേട്ടോ. അപ്പം ഞാനിതാ ഒരു നിമിഷ നേരം കൊണ്ട് നമ്മളിതൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ ഒരു കിച്ചൺ ടൂൾസ് വെച്ചിട്ട്. അപ്പോൾ എന്തായാലും അടിപൊളിയാണ്. അപ്പം നിങ്ങൾ എന്തെങ്കിലും വാങ്ങാത്തവരുണ്ടെങ്കിൽ വാങ്ങുക, നമുക്ക് പരിപാടി പെട്ടെന്ന് കഴിയും കേട്ടോ. അപ്പം ഞാനിതാ നമ്മുടെ ഉപ്പേരിക്കുള്ളതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് നോർമലി പച്ചമുളകും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഉപ്പേരിയായിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ വാങ്ങാത്തവരുണ്ടെങ്കിൽ ഈ ഒരു ടൂള് വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ അടിപൊളിയാണ്, എനിക്ക് നല്ല ഉപകാരപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ. അപ്പം ഞാനിത് ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. എല്ലാ പച്ചക്കറിയും നമുക്കിതിൽ അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല രീതിയിൽ കട്ടായി വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമ്മൾ ഒരു ഡേ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്, അത് വെള്ളിയാഴ്ചത്തൊക്കെ സ്പെഷ്യലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ കഴിക്കാൻ പോകുന്നത് കോവയ്ക്ക് ഉപ്പേരി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ചിന്നമുട്ട, കുഞ്ഞിമുട്ടല്ലേ, നമ്മുടെ കോഴിപ്പാട്സിൽ വരുന്ന ആ ഒരു കടായി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മിഞ്ഞാന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതോടെ ഞാൻ കഴിക്കുന്നത്. ചോറൊന്നും എടുത്തിട്ടില്ല. കുട്ടികളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഉമ്മയുടെ വകത മഞ്ഞച്ചോറുണ്ട് കേട്ടോ. ബിരിയാണി എന്ന് പറഞ്ഞ് പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഉമ്മതാ നല്ല നെയ്ച്ചോറിൽ മഞ്ഞളിട്ടിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ കുട്ടികൾക്ക് ബിരിയാണിയാന്നുള്ള അപ്പോൾ ഉമ്മതാ കുട്ടികളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഗൈസ് ഇന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ നെയ്ച്ചോറിൽ മഞ്ഞൾപ്പൊടി ഇട്ടതാട്ടോ. പിന്നെ ഇതാ ഇതിലേക്ക് നല്ല അടിപൊളി എന്താ പറയുക ഇറച്ചിക്കറി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അവരെ സെറ്റാക്കും. ലെമ എങ്ങനെയാ ഹോട്ടലിന്റെ മന്തിയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിട്ട് ഉമ്മാന്റെ സ്പെഷ്യൽ മണം കേക്കുണ്ടോ? എങ്ങോട്ടാ കേട്ടേ? കൊഴമ്പലാക്കട്ടെ കേട്ടോ. മമ്മ അത് കുഴമ്പലാക്കിയിട്ട് അതിലേക്ക് ഡൈലൂട്ട് ചെയ്തിട്ട് ബിരിയാണി ആക്കി തരും. കുട്ടികളെ കണ്ണിൽ പൊടിയിടാന്നൊക്കെ പറയാം. കുട്ടികളെ കണ്ണിൽ പൊടിയിടാന്നൊക്കെ പറയില്ലേ, അതന്നെ കേട്ടോ ബിരിയാണി ചമ്മന്തി. പിന്നെ അതാ ഇവിടെ നല്ല അടിപൊളി ബിരിയാണി ചമ്മന്തി ഉണ്ട് കേട്ടോ, തേങ്ങയൊക്കെ വെച്ചിട്ട്. പക്ഷെ ഞാൻ ഡയറ്റിങ് ആയതുകൊണ്ട് എനിക്കിപ്പോൾ ഇതൊന്നും കഴിക്കാൻ പറ്റില്ല ഗൈസ്. ഇന്നത്തെ ഉച്ചക്കത്തെ സ്പെഷ്യൽ ഫുഡ് എന്ന് പറഞ്ഞാൽ എൻ്റേത് ഓട്സാണ്, ഇവരുടേത് ബിരിയാണി പോലെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഉമ്മാൻ്റെ ഒരു വെറൈറ്റി സംഭവം കേട്ടോ. ഇതാ ഉപ്പാക്ക് വേണ്ടിയിട്ട് ഇവിടെ വെറുംചോറും ഉണ്ടാക്കിയിട്ടുണ്ട്. ഉപ്പാനെ കണ്ണിൽ പൊടിയിടാൻ കഴിയില്ലല്ലോ, കാരണം ഉപ്പ അത് കഴിക്കൂല. അപ്പം അതുകൊണ്ട് ഇതാ സാധാ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെഡി ആയിണ്. ഹൈ വാ എടാ, ഉപ്പും മുളകും കഴിക്കേ. നല്ല എരിവുണ്ടാവും കേട്ടോ, മെല്ലെ കഴിച്ചോ. അത്ര മുളക് പൊടി ഒന്നും ആക്കണ്ട. അപ്പം രണ്ടാൾക്കും ഇതാ പുറത്തിറങ്ങാതൊക്കെ വേണ്ടി ഒരു സ്പെഷ്യൽ ഊഞ്ഞാലൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉമ്മ. ഇതാ നമ്മുടെ അടുക്കള ഭാഗത്ത് നമ്മുടെ ഈ ഒരു ഷീറ്റുമ്മൽ 2 സാരി, ഉമ്മയുടെ സാരി ഇതാ സെറ്റാക്കി എടുത്തു. പഴയതല്ലാതെ പുതിയ പട്ടുസാരി ഇങ്ങൊക്കെ ആക്കി തരും അല്ലേ ഉമ്മ? അല്ലേ അമ്മ? കണ്ടില്ലേ, ചെറിയ ആൾക്ക് വേറെ ഒരു ഭാഗത്ത്, വലിയ ആൾക്ക് വേറൊരു ഊഞ്ഞാല, അങ്ങനെ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ആടി തകർക്കുകയാണ്. നിങ്ങൾക്ക് ഉമ്മതാ നല്ല അടിപൊളി ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്, മഞ്ഞച്ചോറ്. നിങ്ങൾക്ക് വേണ്ടേ? വീണ്ടട്ടോ. അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ അടുക്കളേൻ്റെ ഇവിടെ ഷീറ്റ് ഇട്ടിട്ടില്ലേ, ആ ഷീറ്റുമ്മലാണ് കെട്ടി കൊടുത്തിട്ടുള്ളത്.
ഇപ്പം രണ്ടാളും കൂടി ഇതാ ഊഞ്ഞാലാടി ആടി തകർക്കാണ്. ഓരോ വെക്കേഷൻ ഇതാ അടിച്ചു പൊളിക്കുകയാണ്. ഇനിയിപ്പോൾ സ്കൂൾ ഇറക്കാനായില്ലേ ഹസുവാ? ആ സ്കൂൾ ഇറങ്ങാൻ ഹസുവിൻ്റെ തുറന്നിട്ടില്ല, അവൻ്റെ 5-ാം തീയതി അല്ലേ അല്ലേ ഹസുവാ? ആ അവൻ്റെ ചുക്കാണി മുറിച്ച് ഓൻ നല്ല കുട്ടിയായില്ലേ ഇപ്പോൾ? ഓ നല്ല ആട്ടത്തില്ല. ഞാനും ഇവിടെ ആടിയാലോ? ഞാൻ ഈ ടയറുമ്മല ആടിയാലോ ഹസുവാ? അയ്യടാ അത് പൊട്ടി വീണോ? അങ്ങക്ക് രണ്ടാൾക്ക് ചോറ് കഴിക്കണ്ടേ? ബിരിയാണി ഉമ്മമ്മ ഉണ്ടാക്കിയണേ, ബിരിയാണി മഞ്ഞച്ചോറ് ഉണ്ടാക്കിയണേ. കുറച്ചുണ്ട് കഴിക്ക. മമ്മ അതാ മമ്മ നിങ്ങളിവിടെ നിന്ന് അടിയോളിന്ന കുട്ടികളെ കൂടെ നിങ്ങൾക്ക് നല്ലതല്ലേ ഈ ടയറും നിങ്ങളും. ഫുഡ് കഴിക്കണം, ഫുഡ് കഴിഞ്ഞിട്ട് ഉറങ്ങാം. ഉറങ്ങണമെന്നില്ല. കുട്ടികളെ പറ്റിക്കാൻ വേണ്ടി വെള്ളിയാഴ്ച എന്തായാലേ പരിപാടി? ഉമ്മാൻ്റെ സ്പെഷ്യലായിട്ടുള്ള തട്ടിക്കുട്ടി ബിരിയാണി അല്ലേ? ഇനി അതിക്ക് ബീഫ് ഇതാക്കിയതല്ലേ? അപ്പോൾ ഉമ്മ ബീഫ് ചൂണ്ടിച്ച് ഒന്ന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ബീഫ് കറിയുണ്ട്, പിന്നെ ബീഫ് ജസ്റ്റ് ഒന്ന് വരട്ടണമുണ്ട് ഉമ്മ. നല്ല നെയ്യുണ്ടല്ലേ അമ്മ അന്ന് ബീഫില്? നെയ്യ് വെള്ളം എടുത്ത് നോക്കി. അപ്പോൾ നമ്മളിതാ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് ഇതാ ഉമ്മ ഓരോ പ്ലേറ്റിലാക്കി വെക്കട്ടെ. പക്ഷേ ഇത് ഇത്ര മഞ്ഞയല്ല, ഫോണിൻ്റെ അതുകൊണ്ട് മഞ്ഞ ഓവറായിട്ട് തോന്നുമായിരിക്കും. പാകത്തെ മഞ്ഞയേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഇവിടുത്തെ ലൈറ്റും കാരണം കൊണ്ട് ഭയങ്കര മഞ്ഞയായിട്ടൊക്കെ തോന്നുന്നുണ്ട്. നോർമലി നമ്മുടെ എല്ലാവരും വരിക, കുട്ടികൾ വരിക, അമ്മ ഫുഡ് കഴിക്കണം. മമത ഫുഡ് വിളമ്പുന്നുണ്ട്. അപ്പോൾ ഉമ്മമാരുടെ സ്പെഷ്യൽ വെള്ളിയാഴ്ചക്കത്തെ സ്പെഷ്യൽ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഗൈസ്. കണ്ടില്ലേ? ഇനി രണ്ടാളും ഇവിടെ വന്നിരിക്കുക. ചമ്മന്തി ഇപ്പൊ വരും. അപ്സി ഇവിടെ വന്നിരിക്കുക. ഹസു മോൻ കം. എങ്ങനെയുണ്ട് ഉമ്മമാന്റെ സ്പെഷ്യൽ ബിരിയാണി? സൂപ്പർ. നിങ്ങൾക്ക് സ്പെഷ്യലാക്കി മമ്മ ഉണ്ടാക്കിയ സ്പെഷ്യലാണ്. ബീഫ് വരട്ടിയതുണ്ട്, നമ്മുടെ ചമ്മന്തി ഉണ്ട്. ഹസു ഇപ്പോൾ ഓട്ടട ദോശ കഴിച്ചോണ്ട് 2 കൊത്തെത്തി ഇറങ്ങിപ്പോയിട്. അമ്മ നിങ്ങൾ കഴിച്ചോളി. വേണ്ട അച്ചാറല്ലേ കറിയാ?
മമ്മാന്റെ സ്പെഷ്യൽ പഴംപൊരി. അസുമോനിതാ പഴംപൊരി, കുഞ്ഞിപ്പഴംപൊരി മമ്മാന്റെ സ്പെഷ്യൽ. എത്ര വേണ്ടി? അബുവിനും കൊടുക്കണം. ചൂടില്ല ചായതാ അത് തട്ടിപ്പോ പഴം മട്ടൻ പഴംപൊരി, ചിക്കൻ പഴംപൊരിയോ? ഇത് മധുരം പഴംപൊരി അല്ല അസു. കളവ് അസുവിന് വേണ്ടതിലെടുത്തോ. അത് കിട്ടുന്ന ബാക്കി ചൂടാളി ചായ ഇതാ. ഇത് മതിയോ? ഇത് മതി. അത് രണ്ടും ഒന്നെ. ഓ ആയിക്കോട്ടെ. വേണ്ട, ചൂടാറും. ഇത് കഴിച്ചിട്ട്